ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ ക്ഷീരമേഖലയും പ്രതിസന്ധിയിൽ. പാൽ ഉൽപാദനം കുറഞ്ഞതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പാൽ വില വർദ്ധിപ്പിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ചൂട് കടുത്തതോടെ പാലുൽപാദനം പകുതിയായി കുറഞ്ഞു. ഇതോടെ കർഷകരുടെ വരുമാനത്തിലും വലിയ കുറവാണുണ്ടായത്. വേനൽ കടുത്തതോടെ പുല്ല് കിട്ടാനില്ല. കാലിത്തീറ്റ വാങ്ങണമെങ്കിൽ വലിയ വില നൽകേണ്ട അവസ്ഥയിലാണ്. 30 ലിറ്റർ പാൽ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നത് പരമാവധി 13 ലിറ്ററാണെന്ന് 25 വർഷമായി ക്ഷീരമേഖലയിൽ സജീവമായ പെരുവമ്പാടം സ്വദേശി കുന്നേൽ മനോജ് പറയുന്നു. ഓരോ കൊല്ലം തോറും ഉൽപ്പാദന ചെലവ് കൂടുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് പലരും നിർത്തി പോവുകയാണ്. നമുക്ക് ഗവൺമെൻറ് സഹായങ്ങളൊക്കെ കാര്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ മേഖലയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ കാലിത്തീറ്റയ്ക്കും പിണ്ണാക്ക് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. മിൽമ പാലിന് വില കുറവാണ് തരുന്നത്. ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകന് നിലവിൽ ലിറ്ററിന് 42 രൂപയാണ് ലഭിക്കുന്നത്. 1 ലിറ്റർ പാലിന് 75 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ക്ഷീര കർഷകർക്ക് നഷ്ടമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നും മനോജ് പറയുന്നു. ക്ഷീരമേഖല നഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് മാറിയതോടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ മേഖല വിട്ട കർഷകരുടെ എണ്ണം വ്യാപകമാണ്. ക്ഷീരസംഘങ്ങളിൽ കർഷകർ നൽകി വരുന്ന പാലിന്റെ അളവിലും കുറവുണ്ടായിട്ടുണ്ട്. ക്ഷീരകർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ക്ഷീരമേഖലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും കർഷകർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.